സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകുമ്പോൾ നമ്മുടെ ഷാനവാസിനെ തകർക്കാൻ വേണ്ടിയിട്ട് വൈൽഡ് കാർഡിന്റെ മാസ്റ്റർ പ്ലാൻ ആണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ള പ്രവീണും സാബുമാനും കൂടിയാണ് പ്ലാനിങ്ങിന്റെ മുഖ്യധാരയിലുള്ളത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുന്നിട്ട് അല്ലെങ്കിൽ ഗെയിമിൽ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നേരിലൊരു ഗെയിം കാര്യങ്ങളൊന്നും നടത്തിയൊന്നുമല്ല, പിന്നിൽ നിന്ന് കുത്തി തന്നെ അല്ലെങ്കിൽ ചതിച്ച് വീഴ്ത്തുക എന്നതാണ് അവരുടെ ഒരു ഉദ്ദേശം. ആള് ഒരു എന്താ പറയാ, നമുക്കറിയാം ഏജ്ഡ് ആണ്, കുറച്ച് മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ആരോഗ്യപരമായ കുറെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും പ്രായത്തെ മറന്നും ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഷാനവാസ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫിസിക്കൽ ടാസ്കുകളിലൊക്കെ ഇറങ്ങി നിന്ന് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. നല്ല രീതിയിൽ ബുദ്ധി ഉപയോഗിച്ച് ഓരോ കണ്ടസ്റ്റന്റിനെ മനസ്സിലാക്കി അത്യാവശ്യം ക്രൂക്കഡ് ആയിട്ട് തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് മികച്ച രീതിയിൽ തന്നെയാണ് ഷാനവാസ് ഈ ഒരു സീസണിൽ മുന്നോട്ട് പോകുന്നത്. വൈൽഡ് കാർഡ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസിനും അറിയാം ഷാനവാസിന്റെ ആ ഒരു ഗെയിം സ്ട്രാറ്റജികളും അതുപോലെ ഒരു സീരിയൽ ഫെയിം എന്ന നിലയിൽ അത്യാവശ്യം ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ടുകളും ഷാനവാസിനെ സംബന്ധിച്ചുണ്ട്. അപ്പൊ ആ ഒരു ഗെയിം സ്ട്രാറ്റജിയെ തകർക്കാനും അതുപോലെ തന്നെ ഷാനവാസിനെ പുറത്താക്കാനുമുള്ള തന്ത്രങ്ങളാണ് ഇവർ ഇന്നലെ ലൈവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരുടെ പ്ലാനിങ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. ഈ പ്രവീൺ എന്ന് പറയുന്ന ആള് കഴിഞ്ഞ ഒരു സീസണിലെ നമ്മുടെ കണ്ണാപ്പി സായിയുടെ ഒരു മോഡൽ പ്ലാനിങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ്. പുള്ളി ഫ്രണ്ടിലേക്ക് ഇറങ്ങി വന്നുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കസേരയിൽ ഇരുന്ന് ഭയങ്കര പ്ലാനിങ്ങുകളൊക്കെ ഇടുന്നു, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, ഇതൊക്കെയാണ് നടക്കുന്നത്. അതൊക്കെ ശരി തന്നെയാണ്, പ്രോപ്പർ ആയിട്ടുള്ള ഒബ്സർവേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് മുന്നിലേക്ക് ഇറങ്ങി ഒരു ഗെയിം കളിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് മുട്ടാനോ ഒന്നും ആളെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെ പിന്നീന്ന് കുത്തി വീഴ്ത്തുക അല്ലെങ്കിൽ ചതിച്ച് ഗെയിമിൽ ജയിക്കുക എന്നതാണെന്ന് തോന്നുന്നു പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി. സോ ഷാനവാസിന്റെ ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും മരുന്നുകൾ കഴിക്കുന്നുള്ളത് കൊണ്ടും പുള്ളിനെ മൊത്തത്തിൽ സ്ട്രെസ് ആക്കുക അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു പ്രഷർ കൊടുക്കുക, ട്രെയിൻ ഔട്ട് ആക്കി തളർത്തി ഗെയിമിൽ നിന്ന് മാറ്റുക എന്നതാണ് ഇവരുടെ ഒരു പ്ലാൻ. ഇന്നലെ ലൈവിൽ നടക്കുന്ന ഒരു സംഭവമാണ്. കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഗെയിം സ്ട്രാറ്റജിയോട് താല്പര്യമുണ്ടോ? സ്ട്രാറ്റജികളൊക്കെ ഇട്ട് ഉമ്മാര് തന്നെ ആദ്യ ആഴ്ചയിൽ പുറത്തേക്ക് പോകുമോ? സാബുമോനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ഇതിനൊന്നും പറ്റുമെന്ന്. ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ അട്ടർ വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു വൈൽഡ് കാർഡ് എൻട്രിയിൽ സാബുമോന്റെ കാര്യത്തിൽ തോന്നിയത്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, സംസാരം പോലും പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു അഭിപ്രായങ്ങളോ നിലപാടുകളോ ഒന്നും പ്രോപ്പർ ആയിട്ടില്ല. പ്രവീൺ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എവിടെയെങ്കിലും ഇരുന്ന് ഗെയിം പ്ലാനിങ് നടത്താനും അത്യാവശ്യം കുരുട്ടുബുദ്ധികൾ മെനയാനും ഒക്കെ നോക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. എനിവേസ് ഷാനവാസിനെ എങ്ങനെയെങ്കിലും തകർക്കാനുള്ള മാസ്റ്റർ പ്ലാനിങ്ങുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലൈവിൽ അതിന്റെ നല്ല രീതിയിലുള്ള ചർച്ചകളും നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നലെ സമയം കിട്ടാത്തത് കൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഒന്നും ഇടാതിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ള കണ്ടസ്റ്റൻസിനെ മൊത്തം സ്പ്ലിറ്റ് ചെയ്യാനും മൊത്തം അടിച്ച് പിരിപ്പിക്കാനുള്ള പ്ലാനുകൾ ഇവർ വർക്കൗട്ട് ആക്കുന്നുണ്ട്. നിലവിലുള്ള ആ ഒരു ഗ്രൂപ്പിസം ഒക്കെ ഒന്ന് പൊട്ടിച്ച് മൊത്തത്തിലൊന്ന് രണ്ടാക്കി എടുക്കണം. അതിന് വൈൽഡ് കാർഡ് എല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ച് നിൽക്കണം, ഒന്നിച്ചൊരു ഗെയിം പ്ലാൻ ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവരൊരു കണ്ടന്റ് ഉണ്ടാക്കി എടുക്കണം. ആരുടെയെങ്കിലും പ്രശ്നങ്ങളിൽ കയറി പിടിച്ച് അവർ തമ്മിലുള്ള ഒരു പ്രശ്നമാക്കി എടുത്ത് മറ്റുള്ളവരെ കൂടെ കൂട്ടി അതിലേക്ക് ഉൾപ്പെടുത്തി മൊത്തത്തിൽ ഹൗസിനുള്ളിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അടിച്ച് പിരിക്കണം എല്ലാത്തിനെയും എന്നൊക്കെയാണ് നിലവിൽ ഇവരുടെ ഒരു പ്ലാനും കാര്യങ്ങളും ഒക്കെ. മസ്താനിയുമായിട്ടൊക്കെ പ്രവീൺ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ചർച്ചയൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കണ്ടാൽ മതി. കാരണം നമ്മൾ എത്ര ബിഗ് ബോസുകൾ കണ്ടിരിക്കുന്നു, മറ്റുള്ളവരും പൊട്ടന്മാരൊന്നും അല്ലല്ലോ. ബട്ട് ഒരു പരിധി വരെ ഇവർക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അടിപിടി കൂട്ടാനൊക്കെ നടക്കും. കാരണം കുറച്ചൊക്കെ കണ്ടിട്ട് വന്നതാണല്ലോ. എന്തെങ്കിലുമൊക്കെ തിരിയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാര് കിടന്ന് അടി കൂടിക്കോളും. സോ നമുക്ക് നോക്കാം, നമുക്ക് ഷാനവാസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ഷാനവാസ് ബുദ്ധിപരമായിട്ട് ഓരോ കണ്ടസ്റ്റന്റിനെയും ഒബ്സർവ് ചെയ്ത് കളിക്കുന്ന ഒരാളാണ്. പിന്നെ പിന്നിൽ നിന്ന് കുത്തുക, ചതിച്ച് വീഴ്ത്തുക, അതൊന്നും ആർക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് കാത്തിരിക്കാം ഇവരുടെ ഗെയിം പ്ലാനുകളൊക്കെ നടക്കോ ഇല്ലയോ എന്നൊക്കെ. സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.